Hello everyone, welcome back to Rank Excel PSC SCERT ന്യൂ ടെക്സ്റ്റ് ബുക്ക് സീരീസിലെ 10th സോഷ്യൽ സയൻസ് പാർട്ട് 1 യൂണിറ്റ് 7 സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. 2 വീഡിയോസിലായിട്ട് ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. മോക്ക് ടെസ്റ്റിന് 2 പാർട്ടായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ഇത്തിരി വലിയ ചാപ്റ്റർ ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ അതിന്റെ ഓരോന്നും ലൈൻ ബൈ ലൈൻ എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മോക്ക് ടെസ്റ്റും ഒരു 2 വീഡിയോസിലായിട്ടാണ് ചെയ്യുന്നത്. ഇതൊരു 50 ക്വസ്റ്റ്യൻസിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ആ ഒരു ചാപ്റ്റർ നന്നായി പഠിച്ച ശേഷം ഈ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ. നമുക്കപ്പോൾ ടെസ്റ്റിലോട്ട് കടക്കാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കണം. ഓക്കെ, നമുക്കപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഇന്ത്യക്ക് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന്. ഇന്ത്യക്ക് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചതെന്നാണ്. ഓപ്ഷൻസ് വായിക്കാം. 1947 ഓഗസ്റ്റ് 14, 1947 ഓഗസ്റ്റ് 15, 1950 ജനുവരി 26, 1947 ജൂലൈ 15. ഇത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ് 1947 ഓഗസ്റ്റ് 15-നാണ്. ഇന്ത്യ പാക് വിഭജനത്തിന്റെ ഭാഗമായി അതിർത്തി രേഖ തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയത് ആരെയാണ്? അപ്പൊ ഇന്ത്യ പാക് വിഭജനത്തിന്റെ അതിർത്തി രേഖ തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയ ആരെയാണ്? ഓപ്ഷൻസ് നോക്കാം. മൗണ്ട് ബാറ്റൻ പ്രഭു, സിറിൽ റാഡ്ക്ലിഫ്, ക്ലെമന്റ് ആറ്റ്ലി, ജോൺ സൈമൺ. ഇതിൽ ആർക്കായിരുന്നു ഇന്ത്യ പാക് വിഭജനത്തിന്റെ അതിർത്തി രേഖ തയ്യാറാക്കാനുള്ള ചുമതല? സിറിൽ റാഡ്ക്ലിഫിനായിരുന്നു അല്ലെ. റാഡ്ക്ലിഫ് രേഖ എന്നാണത് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യ നക്ഷത്രം അസ്തമിക്കാതിരിക്കട്ടെ എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ പ്രസംഗം സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് നടത്തിയത് ആരാണ്? മഹാത്മാഗാന്ധി, സർദാർ വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ BR അംബേദ്കർ. ഇതിൽ ആരുടെ പ്രസംഗമാണ് ഇങ്ങനെ തുടങ്ങുന്നത്? ജവഹർലാൽ നെഹ്റുവിന്റെയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ. വിഭജനത്തിനു മുമ്പ് ഇന്ത്യ സന്ദർശിക്കുകയോ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ മനസ്സിലാക്കുകയോ ചെയ്യാത്ത ലണ്ടനിലെ പ്രശസ്തനായ അഭിഭാഷകൻ ആരായിരുന്നു? ഓപ്ഷൻസ്: സർ സ്റ്റാഫോർഡ് ക്രിപ്സ്, പെത്തിക് ലോറൻസ്, സിറിൽ റാഡ്ക്ലിഫ്, AV അലക്സാണ്ടർ. ഇതിൽ ആരായിരുന്നു വിഭജനത്തിനു മുമ്പ് ഇന്ത്യ സന്ദർശിക്കുകയോ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ മനസ്സിലാക്കുകയോ ചെയ്യാത്ത ലണ്ടനിലെ പ്രശസ്തനായ അഭിഭാഷകനാണ് സിറിൽ റാഡ്ക്ലിഫ്. അപ്പൊ അദ്ദേഹം ഇതൊന്നും അറിയാതെ തന്നെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ അറിയാതെ തന്നെയാണ് ഇന്ത്യ പാക് വിഭജനത്തിന്റെ അതിർത്തി രേഖ തയ്യാറാക്കിയത് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ. റാഡ്ക്ലിഫ് അതിർത്തി രേഖ തയ്യാറാക്കാൻ എടുത്ത സമയം എത്ര ആഴ്ചകളായിരുന്നു എന്നുള്ളതാണ്. ഓപ്ഷൻസ്: 2 ആഴ്ചകൾ, B 5 ആഴ്ചകൾ, C 10 ആഴ്ചകൾ, D 6 ആഴ്ചകൾ. ഇതിൽ എത്ര ആഴ്ചകളാണ് റാഡ്ക്ലിഫ് അതിർത്തി രേഖ തയ്യാറാക്കാൻ എടുത്തത്? എത്രയായിരുന്നു? 5 ആഴ്ചകളായിരുന്നു. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. 6ാമത്തെ ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് ഭരണകാലത്ത് അസം പ്രവിശ്യയുടെ ഭാഗമായിരുന്നതും പിന്നീട് റഫറൻഡത്തിലൂടെ ഹിതപരിശോധനയിലൂടെ കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമായി മാറിയതുമായ പ്രദേശം ഏതാണ്? ഓപ്ഷൻസ്: സിൽഹറ്റ്, ചിറ്റഗോങ്, മാൽഡ, മുർഷിദാബാദ്. ഏതായിരുന്നു? ബ്രിട്ടീഷ് ഭരണകാലത്ത് അസം പ്രവിശ്യയുടെ ഭാഗമായിരുന്നു, പിന്നീട് ഹിതപരിശോധനയിലൂടെ കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമായിട്ട് മാറിയ പ്രദേശം ഏതാണ്? സിൽഹറ്റ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. 7ാമത്തെ ക്വസ്റ്റ്യൻ. സിൽഹറ്റിലെ കരിംഗഞ്ച് പ്രദേശം മാത്രം ഏത് പ്രവിശ്യയുടെ ഭാഗമായി ഇന്ത്യയോടൊപ്പം നിലകൊണ്ടു? ബംഗാൾ, പഞ്ചാബ്, അസം, ത്രിപുര. ഇതിൽ ഏത് സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് സിൽഹറ്റിലെ കരിംഗഞ്ച് പ്രദേശം മാറിയത്? അസം. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. അസം പ്രവിശ്യയുടെ ഭാഗമായിട്ടാണ് കരിംഗഞ്ച് പ്രദേശം ഇന്ത്യയോടൊപ്പം നിലകൊണ്ടത്. 8ാമത്തെ ക്വസ്റ്റ്യൻ.
ഏത് പദ്ധതി പ്രകാരമാണ് പഞ്ചാബിനെയും ബംഗാളിനെയും വിഭജിക്കുന്നതിനൊപ്പം സിൽഹറ്റിൽ ഹിതപരിശോധന നടത്താൻ ശുപാർശ ചെയ്തത്? ക്യാബിനറ്റ് മിഷൻ പദ്ധതി, വേവൽ പദ്ധതി, മൗണ്ട് ബാറ്റൻ പദ്ധതി, ക്രിപ്സ് മിഷൻ പദ്ധതി. ഏത് പദ്ധതി പ്രകാരമാണ് പഞ്ചാബിനെയും ബംഗാളിനെയും വിഭജിക്കുന്നതിനൊപ്പം സിൽഹറ്റിൽ ഹിതപരിശോധന നടത്താൻ ശുപാർശ ചെയ്തത്? ഓപ്ഷൻ സി മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ്. 1947 മൗണ്ട് ബാറ്റൻ പദ്ധതി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തിയെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബന്ധം വിടർത്തൽ എന്ന് വിശേഷിപ്പിച്ച പ്രമുഖ വിദേശ ദിനപത്രം ഏതാണ്? ദി ടൈംസ്, മാഞ്ചസ്റ്റർ ഗാർഡിയൻ, ഡെയിലി മെയിൽ, ദി ന്യൂയോർക്ക് ടൈംസ്. ഇതിലേതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തിയെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബന്ധം വിടർത്തൽ എന്ന് വിശേഷിപ്പിച്ച വിദേശ ദിനപത്രം? ഓപ്ഷൻ ബി മാഞ്ചസ്റ്റർ ഗാർഡിയൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 10ാമത്തെ ക്വസ്റ്റ്യൻ, വിഭജനാനന്തരം പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത പ്രധാന ജനവിഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? വിഭജനാനന്തരം പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്നും ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത പ്രധാന ജനവിഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? ഹിന്ദുക്കളും മുസ്ലിങ്ങളും, ഹിന്ദുക്കളും സിഖുകാരും, സിഖുകാരും മുസ്ലിങ്ങളും, ക്രിസ്ത്യാനികളും പാഴ്സികളും. ഏത് വിഭാഗം ജനങ്ങളായിരുന്നു? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഹിന്ദുക്കളും സിഖുകാരുമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1905 ബംഗാൾ വിഭജനത്തിനെതിരായ മുന്നേറ്റത്തിലൂടെ വളർന്നു വന്ന മതഭേദമന്യേയുള്ള ദേശീയത ബംഗാളിലെ വിഭജനാനന്തര കൂട്ടപ്പലായനത്തിന്റെ തോത് കുറയ്ക്കാൻ കാരണമായി. ബംഗാൾ ജനതയുടെ ഭാഷാപരമായ ഐക്യവും ബ്രഹ്മപുത്ര നദിയും അതിലെ പോഷക നദികളും ഇരു രാജ്യങ്ങളിലേക്കുമുള്ള പെട്ടെന്നുള്ള പലായനത്തിന് വിഘാതമായി. ഇതിലെ ഈ രണ്ട് പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1 മാത്രം ശരി, 2 മാത്രം ശരി, 1, 2 എന്നിവ ശരി, 1, 2 എന്നിവ തെറ്റ്. ഈ ഓപ്ഷനിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൗനത്തിന്റെ മറുപുറം എന്ന പ്രശസ്തമായ ഗ്രന്ഥം രചിച്ചത് ആര്? ഡൊമിനിക് ലാപ്പിയോ, ഉർവശി ബൂട്ടാലിയ, ലാറി കോളിൻസ്, വി പി മേനോൻ. ആരാണ് മൗനത്തിന്റെ മറുപുറം എന്ന പ്രശസ്തമായ ഗ്രന്ഥം രചിച്ചത്? ഓപ്ഷൻ ബി ഉർവശി ബൂട്ടാലിയാണ്. ഉർവശി ബൂട്ടാലിയ തന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച വിഭജന കാലത്ത് പഞ്ചാബിലെ തോവാവൽസ് ഗ്രാമത്തിൽ നടന്ന ദാരുണമായ സംഭവം 1947 ഏപ്രിൽ 15 ഏത് പത്രത്തിലാണ് പ്രസിദ്ധീകരിച്ചത്? ഓപ്ഷൻസ് മാഞ്ചസ്റ്റർ ഗാർഡിയൻ, സ്റ്റേറ്റ്സ്മാൻ, ദി ടൈംസ് ഓഫ് ഇന്ത്യ, ഹരിജൻ. ഇതിൽ ഏത് പത്രത്തിലായിരുന്നു വന്നിരുന്നത്? ഓപ്ഷൻ ബി സ്റ്റേറ്റ്സ്മാനിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി ബിർള ഹൗസ് അങ്കണത്തിൽ വെച്ച് നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് രക്തസാക്ഷിത്വം വരിച്ചതെന്ന്? 1947 ഓഗസ്റ്റ് 15, 1948 ജനുവരി 30, 1950 ജനുവരി 26, 1948 ജനുവരി 22. ഇതിലെന്നാണ് ഗാന്ധിജി ബിർള ഹൗസ് അങ്കണത്തിൽ വെച്ച് നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് രക്തസാക്ഷിത്വം വരിച്ചത്? ഓപ്ഷൻ ബി ആണ്. 1948 ജനുവരി 30. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ വേർപാടിൽ അനുശോചിച്ചുകൊണ്ട് ഈ വാക്കുകൾ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞതാര്? സർദാർ വല്ലഭായ് പട്ടേൽ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ജവഹർലാൽ നെഹ്റു, മൗലാന അബ്ദുൽ കലാം ആസാദ്. ആരായിരുന്നു ഇങ്ങനെ പറഞ്ഞത്? ജവഹർലാൽ നെഹ്റു ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്നാണ്? 1946 ഡിസംബർ 9, 1946 ഡിസംബർ 13, 1947 ജനുവരി 22, 1949 നവംബർ 26 എന്നായിരുന്നു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ഓപ്ഷൻ സി 1947 ജനുവരി 22. അടുത്ത ക്വസ്റ്റ്യൻ,
17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ പുതിയ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് എന്നാണ്? 1947 ഓഗസ്റ്റ് 15, 1950 ജനുവരി 26, 1949 നവംബർ 26, 1949 നവംബർ 26, 1952 ഒക്ടോബർ 25. ഇതിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ പുതിയ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് എന്നായിരുന്നു? 1949 നവംബർ 26. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറുകയും ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരികയും ചെയ്തത് എന്നാണ്? ഓപ്ഷൻ എ 1947 ഓഗസ്റ്റ് 15, 1950 ജനുവരി 26, 1949 നവംബർ 26, 1951 ജനുവരി 26. ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറുകയും ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരികയും ചെയ്തതെന്നാണ്? ഓപ്ഷൻ ബി 1950 ജനുവരി 26. ഓപ്ഷൻ ബി ആണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ എ 1947-48, ഓപ്ഷൻ ബി 1950-51, ഓപ്ഷൻ സി 1951-52, ഓപ്ഷൻ ഡി 1955-56. ഇതിലെന്നാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം? ഓപ്ഷൻ സി 1951-1952 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. 1947 കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഏത് വർഷമാണ് ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യമായിട്ട് മാറിയത്? അപ്പൊ ബംഗ്ലാദേശ് രൂപീകൃതമായത് എന്നാണ് എന്നാ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1948, ഓപ്ഷൻ ബി 1965, ഓപ്ഷൻ സി 1971, ഓപ്ഷൻ ഡി 1975. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ്. 1971 ബംഗ്ലാദേശ് രൂപീകൃതമാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വിഭജനാനന്തരം പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നുമുള്ള അഭയാർത്ഥി പ്രശ്നം ഇന്ത്യക്ക് പൂർണ്ണമായും പരിഹരിക്കാൻ സാധിച്ച വർഷം ഏതാണ്? 1948, 1950, 1951, 1955. എന്നായിരുന്നു വിഭജനാനന്തരം പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നുമുള്ള അഭയാർത്ഥി പ്രശ്നം ഇന്ത്യക്ക് പൂർണ്ണമായും പരിഹരിക്കാൻ സാധിച്ച വർഷം എന്നാണ്? 1951. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം ഇന്ത്യയിൽ ആകെ എത്ര നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്? ഓപ്ഷൻ എ 500, ബി 565, സി 600, ഡി 450. 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം ഇന്ത്യയിൽ ആകെ എത്ര നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്? എത്രയായിരുന്നു? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 565. അടുത്ത ക്വസ്റ്റ്യൻ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനുള്ള ദൗത്യത്തിന് നേതൃത്വം നൽകിയ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ, വി പി മേനോൻ, ലോർഡ് മൗണ്ട് ബാറ്റൺ, ജവഹർലാൽ നെഹ്റു. അപ്പൊ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനുള്ള ദൗത്യത്തിന് നേതൃത്വം നൽകിയ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആരാണ്? ഓപ്ഷൻ എ ആണ്. സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിനായി തയ്യാറാക്കിയ ലയന കരാറിന്റെ ഔദ്യോഗിക നാമം എന്തായിരുന്നു? ഡൽഹി കരാർ, ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്ഷൻ, ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ, സ്റ്റാൻഡ് സ്റ്റിൽ കരാർ, മാഗ്ന കാർട്ട. ഇതിലേതാണ് നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിനായിട്ട് തയ്യാറാക്കിയ ലയന കരാറിന്റെ ഔദ്യോഗിക നാമം? ഇതിലെ ഓപ്ഷൻ ബി ആണ്. ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ ആണ് ആൻസർ. 25ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ ആദ്യഘട്ടത്തിൽ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? ജുനഗഡ്, കാശ്മീർ, തിരുവിതാംകൂർ, ഹൈദരാബാദ്.
ഓപ്ഷൻസ് 1, 2 എന്നിവ മാത്രം, 1, 3, 4 എന്നിവ മാത്രം, 2, 3, 4 എന്നിവ മാത്രം, ഇവയെല്ലാം. ഇതിൽ ഏതൊക്കെയായിരുന്നു ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ ആദ്യഘട്ടത്തിൽ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ? ഇതിലെ എല്ലാ നാട്ടുരാജ്യങ്ങളും വിസമ്മതിച്ചവയാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം പിന്നീട് ഇന്ത്യ പാക് സംഘർഷങ്ങൾക്ക് കാരണമായി. രണ്ടാമത്തെ ഓപ്ഷൻ, അനുരഞ്ജന ചർച്ചകളിലൂടെയും സൈനിക നടപടികളിലൂടെയുമാണ് വിസമ്മതിച്ചു നിന്ന നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിൽ ലയിപ്പിച്ചത്. 1951 ബംഗ്ലാദേശിന്റെ രൂപീകരണത്തോടെയാണ് കിഴക്കൻ ഭാഗത്തു നിന്നുള്ള അഭയാർത്ഥി പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായത്. ഓപ്ഷൻ ഡി, ആധുനിക ഇന്ത്യയുടെ നിർമ്മാണത്തിന് അടിത്തറ പാകിയത് ഭരണഘടനാ രൂപീകരണത്തിലൂടെ ആയിരുന്നു. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. 1951 ബംഗ്ലാദേശിന്റെ രൂപീകരണം, 1971 ബംഗ്ലാദേശിന്റെ രൂപീകരണം. അവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ യൂണിയനിൽ ലയിച്ച നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് സർക്കാർ നൽകിയിരുന്ന സാമ്പത്തിക സഹായമായ പ്രിവി പേഴ്സ് നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 24-ാം ഭേദഗതി, 25-ാം ഭേദഗതി, 26-ാം ഭേദഗതി, 42-ാം ഭേദഗതി. അപ്പോൾ പ്രിവി പേഴ്സ് നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 26-ാം ഭേദഗതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് പ്രധാനമന്ത്രിയുടെ കാലഘട്ടത്തിലാണ് പ്രിവി പേഴ്സ് നിർത്തലാക്കിയത്? ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി. ഇതിൽ ഏത് പ്രധാനമന്ത്രിയുടെ കാലഘട്ടത്തിലാണ് പ്രിവി പേഴ്സ് നിർത്തലാക്കിയത്? ഓപ്ഷൻ സി ആണ്, ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ്. പ്രിവി പേഴ്സ് നിർത്തലാക്കിയ വർഷം എന്ന്? 1969, 1971, 1975, 1978. ഇതില് ഏത് ടൈമിലായിരുന്നു പ്രിവി പേഴ്സ് നിർത്തലാക്കിയത്? ഓപ്ഷൻ ബി 1971. 30-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഗവൺമെന്റിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഫ്രാൻസ് തങ്ങളുടെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ ഇന്ത്യക്ക് വിട്ടുതന്ന വർഷം? ഓപ്ഷൻ എ 1947, ഓപ്ഷൻ ബി 1950, ഓപ്ഷൻ സി 1954, ഓപ്ഷൻ ഡി 1961. അപ്പൊ ഫ്രാൻസ് ഇന്ത്യൻ പ്രദേശങ്ങൾ ഇന്ത്യക്ക് വിട്ടുതന്ന വർഷം ഏതായിരുന്നു? ഓപ്ഷൻ സി 1954 ഫ്രാൻസ് ഇന്ത്യ വിട്ടുപോയത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഫ്രഞ്ച് അധീന പ്രദേശങ്ങളിൽ പെടാത്തത് ഏതാണ്? പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ, ചന്ദ്രനഗർ, ദാമൻ, ദിയു. ഇതിലെ ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ്, ദാമൻ, ദിയു പോർച്ചുഗീസുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങളാണ്. ഏത് വർഷമുണ്ടായ ജനകീയ സമരത്തെ തുടർന്നാണ് ദാദ്ര നഗർ ഹവേലി പ്രദേശങ്ങളിലെ പോർച്ചുഗീസ് ആധിപത്യം അവസാനിപ്പിച്ചത്? 1947, 1950, 1954, 1961. ഏത് വർഷം ഉണ്ടായ ജനകീയ സമരത്തെ തുടർന്നാണ് ദാദ്ര നഗർ ഹവേലി പ്രദേശങ്ങളിലെ പോർച്ചുഗീസ് ആധിപത്യം അവസാനിച്ചത്? ഓപ്ഷൻ സി 1954 ജനകീയ സമരത്തെ തുടർന്നാണ്. 33-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങളെ പോർച്ചുഗീസുകാരിൽ നിന്നും മോചിപ്പിച്ച് ഇന്ത്യൻ യൂണിയൻ ലയിപ്പിച്ചത് ഏത് നടപടിയിലൂടെയാണ്? ജനഹിത പരിശോധന, 1961 സൈനിക നടപടി, അന്താരാഷ്ട്ര കരാർ വഴി, നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ. അപ്പോൾ ഇതിലെ ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങളെ പോർച്ചുഗീസുകാരിൽ നിന്നും മോചിപ്പിച്ച് ഇന്ത്യൻ യൂണിയൻ ലയിപ്പിച്ചത് ഏത് നടപടിയിലൂടെയായിരുന്നു? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1961 സൈനിക നടപടിയിലൂടെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ,
ഭാഷാ പ്രവിശ്യകൾ രൂപീകരിച്ചാൽ അത് പ്രാദേശിക ഭാഷകൾക്കുള്ള ഒരു പ്രോത്സാഹനമായിരിക്കും എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, BR അംബേദ്കർ, സർദാർ പട്ടേൽ. ഇതിൽ ആരായിരുന്നു ഭാഷാ പ്രവിശ്യകൾ രൂപീകരിച്ചാൽ അത് പ്രാദേശിക ഭാഷകൾക്കുള്ളൊരു പ്രോത്സാഹനമായിരിക്കും എന്ന് അഭിപ്രായപ്പെട്ടത്? ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. മാതൃഭാഷയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഓപ്ഷൻസ്: 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം, 1924 ബെൽഗാം കോൺഗ്രസ് സമ്മേളനം, 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനം, 1931 കറാച്ചി കോൺഗ്രസ് സമ്മേളനം. അപ്പൊ മാതൃഭാഷയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ്. 36ാമത്തെ ക്വസ്റ്റ്യൻ. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയെ പറ്റി പഠിക്കാൻ SK ദർ അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സമിതി ഒരു കമ്മീഷനെ നിയോഗിച്ച വർഷം? 1947, 1948, 1950, 1953. ഇതിലെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1948 ഭരണഘടനാ നിർമ്മാണ സമിതി ഒരു കമ്മീഷൻ SK ദർ അധ്യക്ഷനായിട്ടുള്ള കമ്മീഷനെ രൂപീകരിച്ചത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയെ പറ്റി പഠിക്കാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഭാഷാ സംസ്ഥാനങ്ങൾ വേണമെന്ന ആവശ്യത്തെക്കുറിച്ച് പരിശോധിക്കാൻ കോൺഗ്രസ് നിയോഗിച്ച JVP കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെ ആയിരുന്നു? ഓപ്ഷൻസ്: ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. ഓപ്ഷൻ ബി ജസ്റ്റിസ് ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. ഓപ്ഷൻ സി SK ദർ, VP മേനോ, നെഹ്റു. ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി, പട്ടേൽ, നെഹ്റു. ഇതിലെ ഭാഷാ സംസ്ഥാനങ്ങൾ വേണമെന്ന ആവശ്യത്തെക്കുറിച്ച് പരിശോധിക്കാൻ കോൺഗ്രസ് നിയോഗിച്ച JVP കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. അടുത്ത ക്വസ്റ്റ്യൻ. തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്കായി പ്രത്യേക ആന്ധ്ര സംസ്ഥാനം വേണമെന്ന ആവശ്യവുമായി 1952 നിരാഹാര സമരം അനുഷ്ഠിച്ച് മരണമടഞ്ഞ നേതാവ് ആരാണ്? പോറ്റി ശ്രീരാമലു, തങ്കുതൂരി പ്രകാശം, P സുബരായൻ, K ശ്രീനിവാസ റാവു. ഇതിൽ ആരായിരുന്നു ആന്ധ്ര സംസ്ഥാനം വേണമെന്ന് ആവശ്യവുമായിട്ട് 1952 നിരാഹാര സമരം അനുഷ്ഠിച്ച് മരണമടഞ്ഞ നേതാവ്? ഓപ്ഷൻ എ പോറ്റി ശ്രീരാമലു ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. പോറ്റി ശ്രീരാമലുവിന്റെ മരണത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളുടെ ഫലമായി ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26, 1953 ഒക്ടോബർ 1, 1956 നവംബർ 1, 1948 ഡിസംബർ 13. അപ്പൊ എന്നാണ് ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1953 ഒക്ടോബർ 1 വന്നത്. 40ാമത്തെ ക്വസ്റ്റ്യൻ. കേന്ദ്ര സർക്കാർ 1953 നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ഓപ്ഷൻസ്: SK ദർ, നെഹ്റു, പട്ടേൽ. ഓപ്ഷൻ ബി ജസ്റ്റിസ് ഫസൽ അലി, സർദാർ KM പണിക്കർ, HN കുൻസ്രു. ഓപ്ഷൻ സി VP മേനോൻ, മൗണ്ട് ബാറ്റൺ, നെഹ്റു. ഓപ്ഷൻ ഡി പട്ടാഭി സീതാരാമയ്യ, കുൻസ്രു, പണിക്കർ. ഇപ്പൊ ഇതിൽ ആരൊക്കെയായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ? 40ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ജസ്റ്റിസ് ഫസൽ അലി, സർദാർ KM പണിക്കർ, HN കുൻസ്രു. അടുത്ത ക്വസ്റ്റ്യൻ. സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം 1956 നവംബർ 1 ഇന്ത്യയിൽ നിലവിൽ വന്ന സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും എണ്ണം എത്രയാണ്?
12 സംസ്ഥാനങ്ങളും 5 കേന്ദ്രഭരണ പ്രദേശങ്ങളും 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും 15 സംസ്ഥാനങ്ങളും 7 കേന്ദ്രഭരണ പ്രദേശങ്ങളും. അപ്പൊ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം 1956 നവംബർ 1 ഇന്ത്യയിൽ നിലവിൽ വന്ന സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും എണ്ണം എത്രയാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായി ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1947 ഓഗസ്റ്റ് 15, 1950 മാർച്ച് 15, 1951 ഏപ്രിൽ 1, 2015 ജനുവരി 1. അപ്പൊ ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? അതും ഓപ്ഷൻ ബി ആണ്. 1950 മാർച്ച് 15 വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? 1947, 1950, 1951, 1956. അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ സി 1951. അടുത്ത ക്വസ്റ്റ്യൻ, ആസൂത്രണ കമ്മീഷന് പകരമായി 2015 ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ സംവിധാനം ഏതാണ്? നീതി ആയോഗ്, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, സാമ്പത്തിക ഉപദേശക സമിതി, ആസൂത്രണ മണ്ഡലം. ഇതിലേതാണ്? ഓപ്ഷൻ എ നീതി ആയോഗ് ആണ് ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് 2015 നിലവിൽ വന്ന പുതിയ സംവിധാനം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രധാനമായും ഊന്നൽ നൽകിയത് ഏത് മേഖലയ്ക്കായിരുന്നു? വ്യവസായ വികസനം, കാർഷിക വികസനം, സാങ്കേതിക വിദ്യ, വിദേശ വ്യാപാരം. ഇതിൽ ഏതിനായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രധാനമായും ഊന്നൽ നൽകിയത്? ഓപ്ഷൻ ബി കാർഷിക വികസനത്തിനായിരുന്നു. ഭക്ഷ്യദൗർലഭ്യവും ദാരിദ്ര്യവും മറികടക്കാനായിരുന്നു ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രധാനമായും ഊന്നൽ നൽകിയ മേഖല ഏതാണ്? കൃഷി, വ്യവസായ വികസനം, വിദ്യാഭ്യാസം, വിവര സാങ്കേതിക വിദ്യ. ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വ്യവസായ വികസനമാണ്. വൻകിട ഇരുമ്പുരുക്ക് വ്യവസായശാലകളൊക്കെ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലകളും അവയ്ക്ക് സഹായം നൽകിയ രാജ്യങ്ങളും പൊരുത്തപ്പെടുത്തുക. അപ്പൊ ഇവിടെ പട്ടിക 1-ലും പട്ടിക 2-ലും വ്യവസായശാല ആദ്യത്തെ കോളത്തിൽ വന്നിട്ടുണ്ട്. അതിന് സഹായിച്ച രാജ്യം സെക്കൻഡ് കോളത്തിലുണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് കോളത്തിലെ വ്യവസായശാലകളാണ് റൂർക്കേല, ഭിലായ്, ദുർഗാപൂർ. സഹായിച്ച രാജ്യങ്ങളാണ് സോവിയറ്റ് യൂണിയൻ, യുണൈറ്റഡ് കിങ്ഡം, ജർമ്മനി. അപ്പൊ ഇതില് റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. റൂർക്കേല ജർമ്മനിയാണ്. അപ്പൊ ഇതില് എയും ബിയിലും ആണ് അല്ലെ എ മൂന്നാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കാം. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായിച്ച രാജ്യം ഏതാണ്? സോവിയറ്റ് യൂണിയൻ ആണ്. ഭിലായ് സോവിയറ്റ് യൂണിയൻ ആണ്. അപ്പൊ ബി ഓപ്ഷൻ ഒന്നായിട്ട് വന്നിട്ടുള്ളത് സിയിലാണ് അല്ലെ. അപ്പൊ ദുർഗാപൂർ യുണൈറ്റഡ് കിങ്ഡം. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂദാന പ്രസ്ഥാനത്തിന് വിനോബ ഭാവെയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? നിയമനിർമ്മാണത്തിലൂടെയുള്ള ഭൂപരിഷ്കരണം, ഭൂരഹിതർക്ക് ഭൂമി ദാനമായി നൽകാൻ, സഹകരണ ബാങ്കുകൾ സ്ഥാപിക്കാൻ, ഭൂമിയുടെ പരിധി നിശ്ചയിക്കാൻ. ഭൂദാന പ്രസ്ഥാനത്തിന് വിനോബ ഭാവെയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഭൂരഹിതർക്ക് ഭൂമി ദാനമായി നൽകാൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം കാർഷിക പരിഷ്കരണ കമ്മിറ്റിയെ നിയമിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഡോക്ടർ എം എസ് സ്വാമിനാഥൻ, വിനോബ ഭാവെ,
JC കുമരപ്പ, ഡോക്ടർ വർഗീസ് കുര്യൻ. അപ്പോൾ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം കാർഷിക പരിഷ്കരണ കമ്മിറ്റിയെ നിയമിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഓപ്ഷൻ സി, JC കുമരപ്പ. അപ്പൊ ഇനി കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ഒരു ചാപ്റ്റർ ഒരു 100ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. അത്രയും വലിയ ചാപ്റ്റർ ആണ്, ഡീപ്പായിട്ട് പഠിക്കേണ്ടുന്ന ചാപ്റ്റർ ആണ്. എല്ലാവരും ചാപ്റ്റർ നന്നായി പഠിച്ചു വെക്കുക. ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം ചെയ്ത് ഇനി നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഒന്ന് കമന്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പൊ 50ൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ള ഒന്ന് അറിയിക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക. മറ്റുള്ളവർക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഒരു മോക്ക് ടെസ്റ്റ് ആയിട്ട് കാണാം, സെയിം ചാപ്റ്ററിന്റെ. അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. ഇന്ന് വരെ ഇപ്പൊ നോക്കിയത് വരെയുള്ള ഭാഗത്ത് നിന്നല്ല, ഇതിന്റെ ബാക്കി ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അടുത്ത വീഡിയോയിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു.